ഞാൻ ആ കമ്പനി തന്നെ സ്റ്റാഫാണ്. വർക്ക് ചെയ്യാൻ പറ്റാതെ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു. ലൈഫ് ഈസ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട്. കമ്പനിക്ക് ലോസ് വരൂലേ? എന്റെ ഇമോഷണൽ വൂൺസ്, ഇതെനിക്ക് കാണാൻ പറയത്തുള്ള മുറിവുകൾ എന്ന് പറഞ്ഞിട്ട് ആ മുറിവുകളൊക്കെ ഫേസ് ചെയ്ത സമയത്ത് ഒരു വർക്കും ചെയ്യാതെ ഞാൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ വർക്കിൽ നിന്ന് മാറി നിന്നു. വർക്ക് അല്ല ഇമ്പോർട്ടന്റ്, ലൈഫ് ഈസ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് കൂടെ നിന്ന് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രോബ്ലം വന്ന സമയത്ത് എല്ലാവരും കൈവിട്ട് കുറ്റപ്പെടുത്തിയ സമയത്ത് ഒരു വാക്കാൽ പോലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല, കളിയാക്കിയിട്ടില്ല. ഏറ്റവും wounded ആയ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഹയർ ഏറ്റവും പവർഫുൾ ആയിട്ട് വരും എന്നാണ് ഓരോ തവണ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു, സാർ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ ഏറ്റവും തകർന്ന് തരിപ്പണായി നിൽക്കുമ്പോ എന്നെ ആശ്വസിപ്പിക്കാനായിരിക്കും, ഞാൻ വിചാരിക്കും എന്നെ പറ്റിക്കാനായിരിക്കും. ഏറ്റവും പവർഫുൾ ആയിട്ട് വരും, ഏറ്റവും പവർഫുൾ ആവാനുള്ളതാണ് ഇതെല്ലാം. എനിക്ക് വിശ്വാസം വന്നിട്ട് ഹ്യൂമാനിറ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് സക്സസ് വാലി. ഹ്യൂമാനിറ്റിയുടെ ഡെവലപ്മെന്റ് ആസ് എ ഹ്യൂമൺ. ഞാനൊരു ഹ്യൂമൻ അല്ലേ? ഹ്യൂമൻ ബീങ് അല്ലേ? സ്റ്റാഫ് അല്ലേ? എനക്ക് പോലും എത്ര ഇമ്പോർട്ടൻസ് ആണ് തന്നിട്ടുള്ളത്. കൂടെ നിന്ന് എന്റെ സാറിനോട് ഞാൻ ആദ്യം തന്നെ മാപ്പ് വയ്ക്കുകയാണ്, ഒരുപാട് തെറ്റിദ്ധരിച്ചത്. അപ്പൊ ഇന്നത്തെ പോഡ്കാസ്റ്റ് കേട്ടതിനെ ബേസ് ചെയ്തിട്ട് ഇത്തവണ ഞാൻ തന്നെയാണ് ആദ്യം ഷെയർ ചെയ്തത്. എനിക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റൂല. അത് ഇന്നത്തെ സെഷൻ എനിക്കുള്ളതാണ്. അത് ഓരോരുത്തർ കേൾക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ? ഇത് എന്നെ കുറിച്ചാണ്, എനിക്കുള്ളതാണെന്നായിരിക്കും ഓരോരുത്തർക്കും. പക്ഷെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ പറയും, എനക്കുള്ളതാണെന്ന് എനക്കും അറിയാം, എന്റെ മെന്ററിനും അറിയാം. ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓരോന്നും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോ, അതെ അതിനകത്താ എനക്കുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഓരോരുത്തരും അങ്ങനെ തന്നെ. പക്ഷെ എനിക്കത് ഫസ്റ്റ് ഓഫ് ഓൾ ഇക്ബാൽ സർ പറഞ്ഞതുപോലെ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു നന്ദി ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റൂല. ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാ തവണയും നിങ്ങളോടാണ് ഞാൻ ആദ്യം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ചോദിക്കാറുള്ളത്. ഇത്തവണ ഞാൻ ആദ്യം തന്നെ ഷെയർ ചെയ്യാണ്. അത് വെച്ചാല് ഇന്നത്തെ ദിവസത്തിൽ നിന്ന് തുടങ്ങാം. ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ഒരുപാട് ബിസി ആയപ്പോ തന്നെ ബിസിയാണ് ഓഫീസ് വർക്കുകളുമായിട്ട്. അഫ്സിത അല്ലേ ഇവിടെ? അഫ്സിത ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ഒരു ഹായ് തരും കേട്ടോ. അപ്പൊ നമ്മള് അഫ്സിത, നിങ്ങൾക്ക് അറിയാം നമ്മളെ കൂടെ കൗൺസിലിങ്ങിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അഫ്സിതയാണ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് തിരൂർ ക്ലിനിക്കും കണ്ണൂർ ക്ലിനിക്കിലേക്ക് വരുന്ന ബുക്കിംഗ് കംപ്ലീറ്റ് കാര്യങ്ങൾ 2 വർഷമായിട്ട് നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കേ വേണ്ട. കൗൺസിലിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേ വേണ്ട എന്നുള്ള രീതിയിലെല്ലാം സൂപ്പർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഫ്സിതയായിരുന്നു. അപ്പൊ അഫ്സിത ഇപ്പോ നെക്സ്റ്റ് മന്ത് ഡെലിവറിയാണ്. അപ്പൊ എന്താണ്, അഫ്സിത കംപ്ലീറ്റ് ആ വർക്കിൽ നിന്ന് തൽക്കാലമായിട്ട് ലീവ് എടുത്തിട്ടുള്ളത്. അപ്പൊ അത് പെട്ടെന്ന് ആ കൗൺസിലിങ്ങിന്റെ വർക്ക് കൂടി, ആ ഒരു ബുക്കിംഗ് കോളിംഗ് കോർഡിനേഷൻ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ട് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ബിസി ആയിരുന്നു. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിന്റെ നിലയ്ക്ക് എനിക്ക് പ്രിപ്പയർ ചെയ്യണമല്ലോ, മെന്റലി ഫിസിക്കലി സ്പിരിച്വലി ഒക്കെ. ആ ഒരു ഡെവലപ്മെന്റ്, ആ ഒരു എന്താ പറയാ, അതിലേക്ക് ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. പക്ഷെ അത് വളരെ ലേറ്റ് ആയി ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ മുമ്പ് ഓഫീസ് വർക്കുകൾ, എനിക്ക് എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, കുറെ കാര്യങ്ങൾ അറിയാം. ഞാൻ 8 വർഷമായി സക്സസ് വാലിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. 7 വർഷമാണ് ആസ് എ സ്റ്റാഫ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. 7 വർഷമായി കണ്ടിന്യൂസ്, 7 വർഷത്തെ യാത്ര. 8 വർഷത്തോളമായി ഞാൻ വർക്ക് ചെയ്യുന്നു. പക്ഷെ ആദ്യത്തെ വർഷം ജെസിക്ക് കോൾ ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് എന്റെ കൂടെ ഇങ്ങനെ നമ്മളെ ക്ലാസ് കഴിഞ്ഞ ആളുകളെ ജസ്റ്റ് ഇങ്ങനെ എന്താണ് ഫ്രീ ആയിട്ട് എന്ന് പറയാം വിളിക്കുക. ജസ്റ്റ് വിളിക്കുന്നു, ക്ലാസ്സിന്റെ ഡേറ്റ് അറിയിക്കുന്നു, NLP ബേസിക്കിന്റെ ഡേറ്റ്, അഡ്വാൻസിന്റെ ഡേറ്റ്, മാസ്റ്ററുടെ ഡേറ്റ് ഒക്കെ അറിയിക്കുക. അത്ര ഉള്ളായിരുന്നു. പിന്നെ ഒരു സ്റ്റാഫായിട്ട്, കാരണം ജസ്കാനെ സംബന്ധിച്ചിടത്തോളം ആദ്യം കോളിങ്ങും കോർഡിനേഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റൊരു പൊസിഷനിലേക്ക് ഡെവലപ്പ് ചെയ്തപ്പോ ആ ഡ്യൂട്ടികളൊക്കെ എന്നിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഞാനൊരു സ്റ്റാഫായിട്ട് അത് ഏറ്റെടുക്കുന്നത്. എനിക്ക് അതൊന്നും അല്ല, ആദ്യം മുതൽ കഥ തുടങ്ങല്ല. പക്ഷെ ഇന്ന് ചെയ്തൊരു തെറാപ്പി, ഇന്ന് എന്നിൽ വന്ന ഒരുപാട് ഇമോഷൻ ഉണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ തെറാപ്പികളും നമ്മുടെ ചൈൽഡ്ഹുഡ് ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. എവറിത്തിങ് ചൈൽഡ്ഹുഡ് ബോൺസ്. ഇന്ന് സാറ്
ഈ നന്ദിയുടെ അത്ഭുത നേട്ടങ്ങൾ എന്ന ഈ പുസ്തകത്തിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ആ സാറിനോടുള്ള വല്ലാത്ത സ്നേഹത്തിൽ നിന്ന് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സാറിനെ. യഹിയ സാറിന്റെ വോയിസ് നമ്മള് മോർണിംഗ് വൈബ് ഗ്രൂപ്പിൽ കേട്ടതാണല്ലേ. അതുപോലെ ഞാൻ സാറിന് ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം എന്റെ ഭർത്താവ് ആദ്യം ഇവിടെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം ഒരുപാട് ടെൻഷനും സ്ട്രെസ്സൊക്കെ അനുഭവിക്കും. എന്താണ് ഈ സാറ് ചെയ്യുന്നത് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാണ്. എന്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് തുറന്നു പറയാതിരിക്കാൻ പറ്റുന്നില്ല. ജസ്കാക്ക് എന്താണ്, കാരണം അത് ജസ്കാന്റെ ഉള്ളിലുള്ള ഇമോഷൻസ് ആയിരുന്നു എന്ന് അന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ബിഫോർ ഐ തിങ്ക് ഒരു 8 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 7 വർഷങ്ങൾക്കൊക്കെ മുന്നേ. ഇതിൽ സാറ് ഫസ്റ്റ് തന്നെ നോട്ട് ചെയ്ത് മറയത്തുള്ള മുറിവുകൾ, ഇൻവിസിബിൾ ഇമോഷണൽ വൂൺസ് എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ ചെറിയ പ്രായത്തിൽ എന്റെ ഉമ്മയും ക്ലാസ് കേൾക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളിൽ ചെറിയ പ്രായം മുതൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇതൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. പുറത്തേക്കാർക്കും അറിയൂല കേട്ടോ. അത് വെച്ചാല് എപ്പോഴും എനിക്ക് വഴക്ക് കേൾക്കുമോ എന്ന പേടിയായിരുന്നു. ഓപ്പൺ ആയിട്ട് പറയും, 2 ദിവസം മുമ്പ് നമ്മളെ സക്സസ് വാലിയിൽ പെട്ട ഒരാളടുത്ത് തന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഇമോഷൻ. കാരണം ഞാനും റിയലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എന്തായിരുന്നു എനിക്ക് പാസ്റ്റിൽ സംഭവിച്ചത്. എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വഴക്ക് കേൾക്കും. നമ്മളെ നാട്ടിൽ ഞാൻ മലപ്പുറക്കാരിയാണ്. അപ്പൊ ചീത്ത കിട്ടുക അങ്ങനെയാണ് പറയാം. ചീത്ത കിട്ടുമോ എന്നുള്ള ചിന്തയാണ് എപ്പോഴും ആ ഒരു ഇമോഷനിലാണ് ചൈൽഡ്ഹുഡിൽ. ഉമ്മാന്റെ അടുത്ത് ചീത്ത കിട്ടുമോ, എപ്പോഴും എനിക്ക് തെറ്റ് പറ്റുമോ എന്ന പേടിയിലാണ് ഞാൻ വളർന്നു വന്നിട്ടുണ്ടായി. തെറ്റ് പറ്റുമോ എന്ന പേടിയായിരുന്നു. തെറ്റ് പറ്റുമോ മീൻസ് ചീത്ത കേൾക്കോ, എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ എനിക്ക് വഴക്ക് കിട്ടുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിന് പല ചൈൽഡ്ഹുഡിൽ നമുക്ക് കിട്ടിയ ഓരോ കാരണങ്ങളായിരിക്കും. ആരും മനഃപൂർവ്വം നമ്മളെ വേദനിപ്പിക്കുന്നില്ല. ഇവിടെ ഉമ്മ എന്റെ ബന്ധുക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ട് പറയും, മനഃപൂർവ്വം ഒരു പാരന്റ്സും നമ്മളെ വേദനിപ്പിക്കുന്നില്ല. പക്ഷെ അവരുടെ ഒരു നോട്ടം അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവമാറ്റമൊക്കെ ചെറിയ പ്രായമാകുമ്പോൾ അത്രയും ഷോക്ക് ആയിട്ടുണ്ട് എന്റെ ഉള്ളില്. അത് എനക്കല്ലേ എന്നെ അറിയുള്ളൂ. അങ്ങനെ ഒരു 17 വയസ്സൊക്കെ ആയപ്പോ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ എന്ത് ചെയ്യാൻ അവിടുന്നായി ഭർത്താവിന്റെ വീട്ടിൽ തെറ്റു പറ്റുമോ എന്ന പേടിയായി. എപ്പോഴും നിരന്തരം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ്. സ്കൂളിലൊക്കെ പോണ സമയത്ത് ഓരോ ദിവസവും രാവിലെ പോകുമ്പോ ഈ ഫിയർ ആണ്, അന്ന് ടീച്ചറുടെ അടുത്ത് വഴക്ക് കിട്ടുമോ എന്നുള്ള ഈ ഒരു ഫിയർ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഈ കാണാൻ മറയത്തുള്ള മുറിവുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആർക്കും കാണാൻ പറ്റൂല. എന്റെ ഉള്ളിൽ ഞാൻ അത് അനുഭവിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എന്താണ്, പക്ഷെ അന്നും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പഠിക്കണം എന്നും ജോലി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതുപോലും തുറന്നു പറയില്ല. പിന്നീട് എന്താ സംഭവിക്കുന്നത്, കല്യാണം കഴിയാണ് നേരത്തെ, പ്രതീക്ഷിച്ചതിലും നേരത്തെ കല്യാണം കഴിയാണ്. അപ്പൊ ആ പെയിനുകളൊക്കെ അവിടെ ഉള്ളിൽ വെച്ചിട്ട് ഈ പേടി, തെറ്റ് പറ്റുമോ, മിസ്റ്റേക്ക് സംഭവിക്കുമോ, പെർഫെക്ഷൻ ആയിരുന്നല്ലോ ഇതെല്ലാം ഞാൻ ഓൾറെഡി കുറെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊന്നും അല്ല വരുന്നത്. പക്ഷെ എപ്പോഴും ഈ തെറ്റ് പറ്റുമോ എന്നുള്ള പേടിയോടെ എപ്പോഴും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. തെറ്റ് എന്ന് പറയുമ്പോൾ വഴക്ക് കിട്ടിയിട്ടുണ്ട്. വഴക്ക് ഞാൻ ഇങ്ങനെ ചോദിച്ചു വാങ്ങും, അട്രാക്ട് ചെയ്തെടുക്കും. കാരണം ഉള്ളിൽ അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. പിന്നീട് സക്സസ് വാലിയിലേക്ക് ജോലിയിലേക്ക് വന്നപ്പോ 14 വർഷമായി. ആദ്യത്തെ 7 വർഷം കംപ്ലീറ്റ് ഇന്നർ ക്ലീനിങ് ആ വഴിയിലൂടെ പോയി. പിന്നീടുള്ള 7 വർഷമാണ് ഇവിടെ പെർമനന്റ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നത്. ആ ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ മുന്നേ മിസ്റ്റേക്കുകൾ പറയുമ്പോൾ വർക്കിൽ ഒബ്വിയസ്ലി നമുക്ക് സംഭവിക്കൂലേ, നീട്ടിവെക്കല്, പേടി കാരണം പല വർക്കുകളും നീട്ടിവെക്കുക, സാറിനോട് റിപ്പോർട്ട് ചെയ്യാൻ പേടിക്കുക, ആ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് സാറിന് പല തീരുമാനങ്ങളും എടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ കമ്പനിക്ക് പല ലോസ് സംഭവിക്കുക. ഇത്തരത്തിലുള്ള കാര്യം എന്റെ കാര്യം മാത്രമല്ല, ഫിസിക്കിന്റെ കാര്യത്തിലും ഞാൻ എന്ത് ചെയ്യാണ്, കാണുകയാണ്, കേൾക്കുകയാണ്, പലതും അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ലോസുകൾ കമ്പനിക്ക് സംഭവിച്ചിട്ടുണ്ട് പലതും. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഓരോരുത്തർ ഇതിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പൊ മനാഫ്സർ ബിസിനസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, അതിന്റെയൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റിന്റെ സ്ട്രെസ്സും ഞാൻ കോമൺ ആയിട്ട് പറയുമ്പോ ഇപ്പൊ സ്ട്രെസ്സും ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിലും അതിനൊരു വല്ലാത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ഒരു കമ്പനി നടന്നു പോവാണെങ്കിൽ, നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ റെസ്പോൺസിബിലിറ്റി. പക്ഷെ അതിലൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ പുസ്തകം രചിച്ച ഗ്രാറ്റിറ്റ്യൂഡിന്റെ അല്ലെങ്കിൽ നന്ദിയുടെ അത്ഭുത നേട്ടങ്ങൾ എന്ന ഈ പുസ്തകം രചിക്കണമെങ്കിൽ ആ നന്ദിയുടെ അത്ഭുത നേട്ടങ്ങൾ അനുഭവിക്കാത്ത, നേടിയെടുക്കാത്ത ഒരാൾക്ക് ഇത് രചിക്കാൻ കഴിയൂല. എനിക്ക് ബോധ്യപ്പെടുകയാണ്. ഓരോ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിക്കാത്ത ഒരാൾക്കും ഇത് എഴുതാൻ പറ്റില്ല.
ഇതിലുള്ള ഓരോ വാക്കും എന്നെ കുറിച്ചിട്ടാണ്, എന്റെ അനുഭവങ്ങളാണ്. ഗ്രാറ്റിറ്റ്യൂഡിന് മുമ്പ്, ഗ്രാറ്റിറ്റ്യൂഡിന് ശേഷം എന്ന് പറയുന്നത് പോലെ, നമ്മളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ, NLPക്ക് മുമ്പ്, NLPക്ക് ശേഷം. ഞാൻ എന്റെ പോയിന്റിലേക്ക് വരികയാണ്. എനിക്കത് എന്താ പറയാ, ഒരു ഫീലിംഗ് കൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ആക്ച്വലി. ഒരുപാട് മിസ്റ്റേക്കിന് പേടിച്ചിരുന്ന ശൈലയെ നിങ്ങൾ കാണട്ടോ. തെറ്റുപറ്റുമോ എന്ന് പേടിച്ച് ഒരുപാട് വാക്കുകൾ ചെറിയ പ്രായത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ പേടിച്ചു പോയതാണ്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴും അതന്നെയായിരുന്നു. എന്താണ്, വഴക്ക് കിട്ടും. അപ്പോഴും ഒരുപാട് വഴക്കുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോഴും എന്താണ്, പേടിച്ചിട്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒളിച്ചോടിയിട്ടാണ്ട് ജീവിതത്തിൽ ഞാൻ എന്നിൽ നിന്ന് തന്നെ, യഥാർത്ഥ എന്നിൽ നിന്ന് ഞാൻ ഒളിച്ചോടുകയാണ്. പക്ഷെ ഈ സക്സസ് വാലിയിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി ഒരുപാട് മിസ്റ്റേക്കുകളിലൂടെയൊക്കെ കടന്നുപോയപ്പോ, അല്ലെങ്കിൽ ജസീക്ക്, എന്റെ ഭർത്താവ് ജസീക്കിന്റെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്കുകളും പോരായ്മകളും നമ്മളിൽ സംഭവിക്കൂലേ? കാരണം ഇതൊരു ഡെവലപ്മെന്റ് ആയിരുന്നല്ലോ, ഇമോഷണൽ ഡെവലപ്മെന്റ്. ഒരിക്കൽ പോലും ഇത് രചിച്ച നന്ദിയുടെ അത്ഭുത നേട്ടങ്ങൾ എന്ന് രചിച്ച, അല്ലെങ്കിൽ നമുക്ക് സമ്മാനിച്ച സക്സസ് വാലിയുടെ CEO ആണ്, എന്റെ ഗുരുവാണ്, നമ്മൾ ഓരോരുത്തരുടെയും ഗുരുവാണ്. ഒരിക്കൽ പോലും സാറിന്റെ മുഖം കറുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിൽ നമുക്ക് വന്ന, അല്ലെങ്കിൽ എനിക്ക് വന്ന ഒരു അബദ്ധത്തിന്റെ പേര്, ഒരു മിസ്റ്റേക്കിന്റെ പേര് ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നോടൊന്നല്ല, ജസ്കാനോട് പോലും. ജസ്കാന്റെ കാര്യത്തിൽ ആദ്യമൊക്കെ നിങ്ങളോട് ഓപ്പണായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്താലേ, പല വർക്കിലൊക്കെ പല ഇമോഷണൽ പ്രോബ്ലംസും കാരണം എന്ത് ചെയ്യാണ്, പല മിസ്റ്റേക്കുകള്, പല നീട്ടിവെക്കലുകൾ കാരണം കമ്പനിക്ക് വലിയ ലോസും പല പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ മീറ്റിങ്ങിന് പോകുമ്പോൾ ആക്ച്വലി എന്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. എന്താ സാറ് പറയാ, എന്തായിരിക്കും എന്നുള്ള പേടി ഉണ്ടാവും. പക്ഷെ ആ മീറ്റിങ്ങിന് പോകുമ്പോ എന്താ സംഭവിക്കുക, കൂളായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടാവും, ചിരിച്ചുകൊണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് ചിരിച്ചുകൊണ്ട്. അത് കാണുമ്പോ ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്, സാറിന് എന്താണ്ട് ചീത്ത പറഞ്ഞൂടെ? കാരണം അതാണ് എന്റെ ന്യൂറോളജിയിൽ ഉള്ളത്. എനിക്ക് എക്സ്പീരിയൻസ് എന്താ, തെറ്റ് പറ്റിയ ചീത്ത പറയണം, അപ്പോഴൊരു സുഖം കിട്ടുള്ളൂ. വിഷമുണ്ടെങ്കിൽ ഒരു സുഖം. പക്ഷെ ഇത് അതിനൊക്കെ ഓപ്പോസിറ്റ്. ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല നമുക്ക് സംഭവിച്ച ഒരു മിസ്റ്റേക്കിന് ഒഫീഷ്യൽ വർക്കിന്റെ പേരിൽ എന്നെ എന്നല്ല, ജസ്സിക്ക് ഫസ്റ്റ് ഇറക്കറിയുന്നത് ജസ്കാനെയാണ്. അതിനുശേഷം ഞാൻ വന്നു. ഇപ്പോ അഫ്സിത കേൾക്കുന്നുണ്ടെങ്കിൽ അഫ്സിതക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ടാവും, മളുത്താക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, ഇപ്പൊ പാർവതി, ഇങ്ങനെ ഒരുപാട് സ്റ്റാഫുകൾ നമ്മളെ കൂടെ ഉണ്ട്. ഒരിക്കൽ പോലും നമ്മളെ കമ്പനിയിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. സാധാരണ ഒരു കമ്പനിയിൽ ഈഗോ ക്ലാഷുകൾ ഉണ്ടാവുമല്ലേ, സ്റ്റാഫുകൾ തമ്മിൽ ഒരാൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ. ഇനി ഈഗോ ഫീൽ ചെയ്താൽ ഉള്ളിന്ന് ഡീടോക്സ് ചെയ്യാനുള്ള തെറാപ്പികൾ അവിടെ ഉണ്ട്, അത് ചെയ്യാറുണ്ട്, അത് ഞാനും സമ്മതിക്കുകയാണ്. തെറാപ്പികൾ നന്നായിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ സാറിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു, എന്താ പറയാ, ഇതൊരു ഷെയറിങ് ഉണ്ട്. ഇപ്പൊ നമ്മളെ കമ്പനിയിൽ അഫ്സിത അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോയിലേക്ക് വരും, അഫ്സിതനെ കണ്ടുകൊണ്ട് സംസാരിക്കണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡയറക്റ്റ് പിന്നെ കോച്ചിങ് കൊടുത്തിട്ടുള്ളത് അഫ്സിതക്കാണ്. എസ്കെയിൽ നിന്ന് എനിക്ക് വന്നു, എന്നിൽ നിന്ന് അഫ്സിതയിലേക്ക്. അപ്പൊ ആസ് എ സക്സസ് വാലിയുടെ CEO അല്ലേ മൊയ്നു സാർ, എന്ന ഗുരുവാണ്. നമ്മുടെ ലൈഫിൽ, എന്റെ ലൈഫിൽ പേഴ്സണൽ വിഷയമാവട്ടെ, ഫാമിലി ഇഷ്യൂ ആവട്ടെ, ഒഫീഷ്യൽ വിഷയമാവട്ടെ, ഇതിനൊക്കെ ആ ഒരു സമയത്ത് പേഴ്സണൽ മെന്ററിങ്ങും കോച്ചിങ്ങും തെറാപ്പിയും കൗൺസിലിങ്ങും തന്ന് കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ ഫ്രണ്ട്സായിട്ടൊക്കെ. അപ്പൊ അവരൊക്കെ പറയാ, അവരെ സംബന്ധിച്ചിടത്തോളം കമ്പനിയിലൊക്കെ എന്തൊരു ഈഗോ ക്ലാഷുകൾ, എന്തെല്ലാം പ്രോബ്ലം ആയിരിക്കും. ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന് വഴക്ക് കിട്ടുക, ഇങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോ ചെറുപ്പം മുതലേ തെറ്റ് സംഭവിച്ചാൽ വഴക്ക് കിട്ടുമോ എന്ന് പേടിച്ച് എനക്ക് ദൈവം തന്നിട്ടുള്ളത് മറ്റൊരു അനുഭവമാണ്. പിന്നെ ഒരുപാട് ഒരു കാലത്ത് വേദനിച്ചതിനൊക്കെ 10 മടങ്ങ്, എനിക്ക് ഇത്രയും അത് പറയാൻ വാക്കുകളില്ല. അതിനപ്പുറം എനിക്ക് തന്നിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാള്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മുമ്പ്, ഞാൻ എന്ത് നന്മ ചെയ്തിട്ടാണ് ദൈവമേ നീ എനിക്ക് ഇങ്ങനെ തന്നിട്ടുള്ളത്. പക്ഷെ അതെന്റെ തെറ്റായ ചിന്തയായിരുന്നു. ദൈവത്തിനെ ഞാനുമായിട്ട് കമ്പയർ ചെയ്തതായിരുന്നു എന്റെ തെറ്റ്. നമ്മൾ ചെറുപ്പം മുതൽ എന്താണ്, ഒരാൾ ഒരു നന്മ ചെയ്യുമ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യുന്നു. കണ്ടീഷൻഡ് ആയിരുന്നല്ലോ. പക്ഷെ ദൈവത്തിന് ആ കണ്ടീഷൻ അങ്ങനെയല്ല. ദൈവത്തിനെ കുറിച്ച് എന്റെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത് അപ്പൊ ഒരിക്കൽ പോലും എന്നോട് മുഖം കറുപ്പിക്കാത്ത സാറിന് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഭയങ്കര അഹങ്കാരാണ്, എന്തൊക്കെയോ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്.
എന്റെ ഉള്ളിൽ ആ ഇമോഷൻ, ഈഗോ ആവട്ടെ, ദേഷ്യം ആവട്ടെ, തെറ്റിദ്ധാരണ ആവട്ടെ, ഇതിനെ ക്ലീൻ ചെയ്ത് പോകുമ്പോഴാണ് എന്താണ് സാർ എന്ന് റിയൽ എന്നുള്ളത് അടുക്കും തോറും, ഇപ്പൊ ഒരാളോട് അടുക്കും തോറാണ് അദ്ദേഹത്തിന്റെ ഒരു കോംപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ അനുഭവിക്കല്ലേ പൊതുവെ. പക്ഷെ ഇത് അടുക്കും തോറും വളരെ സിമ്പിൾ ആണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മാപ്പ് ചോദിക്കുക ഒരുപാട് തെറ്റിദ്ധരിച്ചതിന്. കാരണം ഓരോ പോഡ്കാസ്റ്റുകളും എനിക്ക് എന്നെ അങ്ങനെ തുറന്ന് കാണിച്ചു തരികയാണ്. 8 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ 7 വർഷം. ഒരിക്കൽ പോലും കമ്പനി ഓണർ, നിങ്ങളൊക്കെ ഓരോ കമ്പനികളുടെ ഓണേഴ്സ് ഉണ്ടാവും ഇവിടെ, നിങ്ങളെ സ്റ്റാഫിനോട് മുഖം കറുപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഐ ഡോണ്ട് നോ. ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും. അല്ലെങ്കിൽ പറ്റിയ തെറ്റിനെ കുറിച്ച് വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ് കളിയാക്കുകയോ കൊച്ചാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്തിട്ടില്ല. എന്താണോ ചെറുപ്പത്തിൽ എനിക്ക് സംഭവിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ്. പക്ഷെ പലപ്പോഴും ഞാനത് മറന്നു പോയിട്ടുണ്ട്. ഈ തന്ന ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ മറന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഇതിൽ ഞാൻ നിങ്ങളോട് തുറന്ന് പറയുന്നത് എന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഞാൻ നന്ദി കെട്ടവളാവും. എനിക്ക് പറ്റൂല അതിന്. അത്രക്കും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യമാണ്. ചില സമയത്ത് ഇപ്പൊ ജെസ്സിക്ക് നമുക്ക് ഒരുമിച്ച് കേട്ടോ, പേഴ്സണൽ രണ്ടുപേർക്കും, ഇപ്പൊ ഞാനൊരു പെണ്ണായതുകൊണ്ട് എന്നോട് സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ എല്ലാ സ്റ്റാഫുകളോടും അങ്ങനെയാണ്. ഇപ്പൊ ജെസ്സിക്കിന്റെ അടുത്തും ഒരിക്കൽ പോലും ഏറ്റവും മിസ്റ്റേക്ക് പറ്റി കമ്പനിക്ക് ലോസ് ഉണ്ടാവുന്ന സമയത്താണ് ഏറ്റവും സ്നേഹത്തോടെ ബിഹേവ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഏറ്റവും കമ്പാഷനോട് കൂടിയിട്ട് ചേർത്ത് പിടിച്ചിട്ട്. അത്ഭുതമായിരുന്നു എനിക്ക്. ഞാൻ പലവട്ടം ജസ്കാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ സാറ് നമ്മളങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? സാറിന് എത്ര നല്ല സ്റ്റാഫുകളെ കിട്ടും, എത്ര ആളുകൾ ഉണ്ടാവും. ഒരുപാട് തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൊക്കെ തന്ന് ചേർത്ത് പിടിച്ച ആ കമ്പാഷനും ഇതിൽ പറയുന്ന ഓരോന്നും രണ്ട് ഭാഗവും ഞാൻ ഈ സക്സസ് വാലിയുടെ ഓഫീസിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹഫ്സിദനെ പോലെ അഫ്സിദക്ക് സാർ എന്താണോ എനിക്ക് തന്ന മെന്ററിങ്ങും കോച്ചിങ്ങും അത് തന്നെയാണ് ഞാൻ അഫ്സിദക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പാർവതി ആവട്ടെ, പാർവതിയുടെ ഡയറക്റ്റ് ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ വല്ലാത്തൊരു പോസിറ്റീവാണ്. ഈ ഒരു കമ്പനിയിൽ ഒരു ബോണ്ടിങ് ഉണ്ട് സക്സസ് വാലിയിൽ. അത് എനിക്കല്ലാതെ ആർക്ക് ഷെയർ ചെയ്യാൻ പറ്റുക? അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഷഹല, അഫ്സിദ, പാർവതി, ഹരിത, ഇങ്ങനെ ഒരു ചെയിനായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ബോണ്ടിങ് ആണ്. ഇങ്ങനെ ബോണ്ടിൽ ലവോട് കൂടിയിട്ട് ഫുൾ കമ്പാഷനോട് കൂടിയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. എന്താണോ സാർ എനിക്ക് ഷെയർ ചെയ്തത് അതല്ലേ എനിക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വല്ലാത്തൊരു ബോണ്ടിങ് ആണ്, വല്ലാത്തൊരു ഷെയറിങ് ആണ്. അത് ഞാൻ ഇപ്പൊ പറയാൻ കാരണം ഈ ബുക്കിൽ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് സാറിന്റെ അകത്ത് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റിയത്. ആ ഒരു കമ്പാഷൻ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രോബ്ലം വന്ന സമയത്ത്, എല്ലാവരും കൈവിട്ട് കുറ്റപ്പെടുത്തിയ സമയത്ത്, ഒരു വാക്കാൽ പോലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല, കളിയാക്കിയിട്ടില്ല. ഏറ്റവും wounded ആയ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഹയർ ഏറ്റവും പവർഫുൾ ആയിട്ട് വരും എന്നാണ് ഓരോ തവണ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു, സാർ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ ഏറ്റവും തകർന്ന് തരിപ്പണായി നിൽക്കുമ്പോ എന്നെ ആശ്വസിപ്പിക്കാനായിരിക്കും, ഞാൻ വിചാരിക്കും എന്നെ പറ്റിക്കാനായിരിക്കും. ഏറ്റവും പവർഫുൾ ആയിട്ട് വരും, ഏറ്റവും പവർഫുൾ ആവാനുള്ളതാണ് ഇതെല്ലാം. എനിക്ക് വിശ്വാസം വന്നിട്ട് ഞാൻ ആ കമ്പനി തന്നെ സ്റ്റാഫാണ്. വർക്ക് ചെയ്യാൻ പറ്റാതെ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു. ലൈഫ് ഈസ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട്. കമ്പനിക്ക് ലോസ് വരൂലേ? അപ്പോഴും ഇന്ന് ഞാൻ വോയിസ് അയച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിലല്ലേ, ഹ്യൂമാനിറ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് സക്സസ് വാലി. ഹ്യൂമാനിറ്റിയുടെ ഡെവലപ്മെന്റ് ആസ് എ ഹ്യൂമൺ. ഞാനൊരു ഹ്യൂമൻ അല്ലേ, ഹ്യൂമൻ ബീങ് അല്ലേ, സ്റ്റാഫ് അല്ലേ? എനക്ക് പോലെ എത്ര ഇമ്പോർട്ടൻസ് ആണ് തന്നിട്ടുള്ളത് എനിക്കറിയാം. എന്റെ ഇമോഷണൽ വൂൺസ്, ഇതെനിക്ക് കാണാൻ പറയത്തുള്ള മുറിവുകൾ എന്ന് പറഞ്ഞിട്ട് ആ മുറിവുകളൊക്കെ ഫേസ് ചെയ്ത സമയത്ത് ഒരു വർക്കും ചെയ്യാതെ ഞാൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ വർക്കിൽ നിന്ന് മാറി നിന്നു. വർക്ക് അല്ല ഇമ്പോർട്ടൻറ്റ്, ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ് കൂടെ നിന്ന് ആസ് എ മെന്റർ, ആസ് എ കോച്ച് കൂടെ നിന്ന് എന്റെ സാറിനോട് ഞാൻ ആദ്യം തന്നെ മാപ്പ് വയ്ക്കുകയാണ്. ഒരുപാട് തെറ്റിദ്ധരിച്ചത്.
ഇതെന്നെ എനിക്ക് നിങ്ങളെ മുന്നിലേലും തുറന്നു പറയണമെന്നുണ്ട്. ഇത്ര ആളുകളെ മുന്നിൽ എത്ര ആളുണ്ട്? 67 ആളുകളെ മുന്നിലെങ്കിലും. എന്നാൽ അതേ ആ ഒരു സാറിന്റെ അടുത്ത് നിന്നാണ് എനിക്ക് ഡയറക്റ്റ് മെന്ററിങ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ വർക്കിനാവട്ടെ, കോളിംഗ് ആവട്ടെ, ആ ഒരു ഷെയറിങ്ങിന്റെ ഇതുകൊണ്ട് അഫ്സിത അവിടെ ഉണ്ടെങ്കിൽ അഫ്സിതക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഞാനും അഫ്സിത തമ്മിലൊരു ബോണ്ട് ഉണ്ട്, അല്ലാത്തൊരു സ്നേഹബന്ധമുണ്ട്. പരസ്പരമുള്ള ഒരു കമ്പനിയിൽ ഒരാൾ വളരുന്നത് അല്ല, ഈഗോ പ്രോബ്ലംസ് ഒക്കെ വരും. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ വല്ലാത്തൊരു ലവാണ് തമ്മിൽ തമ്മിൽ. എനക്ക് അഫ്സിനോടുള്ളത് അഫ്സിദക്ക് അറിയാം. എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഇമോഷണലി ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു. അതെങ്ങനെ സാധിച്ചു? ഞാനന്ന് ശൈലനെ എനിക്കറിയാം. മുമ്പാണെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ല. സാറിന്റെ ഒരു മെന്ററിങ്, കോച്ചിങ്, കൗൺസിലിംഗ്, തെറാപ്പി ഇതിലൂടെയൊക്കെ മാത്രമാണ് എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റിയത്. അതുകൊണ്ട് ഇനി താഴെ എത്ര താഴെന്ന് എനിക്ക് പറയാനേ ഇഷ്ടമല്ല. താഴെയല്ല ഓരോ സ്റ്റാഫുകളും വരുന്നത് കൂടെ. കാരണം സക്സസ് വാലി എന്ന് പറഞ്ഞാൽ ടീം വർക്കാണ്. നിങ്ങൾ ടീം സക്സസ് വാലി എന്ന് കണ്ടിട്ടില്ലേ? ടീം വർക്കാണ്. എനിക്ക് പറഞ്ഞാല് സാർ ഒരു തീരുമാനം എടുക്കുമ്പോൾ പോലും ചെറിയൊരു കാര്യത്തിന് പോലും നമ്മൾ ടീം മെമ്പേഴ്സിനോട് പോലും ചോദിക്കും, സാറല്ലേ ഹെഡ്, സാറിനങ്ങ് തീരുമാനം എടുത്താൽ പോരെ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ എന്റെ അഭിപ്രായം ചോദിക്കുന്നത്? അത്രക്കും ഇതൊരു ടീം വർക്കാണ്. അഫ്സിത ആവട്ടെ, പാർവതി ആവട്ടെ, ഇപ്പൊ പുതിയൊരു കുട്ടി ഹരിത. ഹരിത എന്ന് പറയുമ്പോ ഇവർക്കൊക്കെ കോച്ചിങ്ങും ട്രെയിനിങ്ങും ഫുൾ കമ്പാഷനോട് കൂടി, അതെനിക്ക് എടുത്തു പറഞ്ഞാൽ എന്നോട് തന്നെ പറയാം. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ട് എങ്ങനെ എനിക്ക് ഇത്ര സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റുന്നു, ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എങ്ങനെ സ്നേഹത്തോടെ ഈ വാക്ക് വരുന്നത്? അപ്പൊ അവർക്ക് എന്തെങ്കിലും അറിയാതെ വരുമ്പോ, ഇപ്പൊ പുതിയ സ്റ്റാഫുകൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം വരുമ്പോ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പോ, വീണ്ടും വീണ്ടും മിസ്റ്റേക്ക് സംഭവിക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വീണ്ടും വീണ്ടും സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുകയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചത് ശൈലനെ അല്ലേ, പണ്ടത്തെ ശൈലാണെങ്കിൽ ദേഷ്യം അങ്ങ് വരുവേ. ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നീട് ബോധ്യപ്പെട്ടു എന്താണ് കിട്ടിയത് അതേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. കാരണം എനക്ക് കിട്ടിയിട്ടുള്ളത് ആസ് എ സ്റ്റാഫ് എന്നുള്ള രീതിയിൽ സ്നേഹവും കമ്പാഷനും ചേർത്ത് പിടിക്കലും മാത്രമാണ്. അതേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. ഹഫ്സിദക്ക് അറിയാം. അപ്പൊ ഹഫ്സിദയും പലർക്കും ട്രെയിനിങ് കൊടുത്തു. MSc സൈക്കോളജി കഴിഞ്ഞ കുട്ടികൾക്ക് പോലും ട്രെയിനിങ്ങും മെന്ററിങ്ങും കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ട് എന്നെ കൊണ്ട്? ആ ഒരു ഷെയർ ചെയ്യപ്പെട്ട ആ ഒരു എനർജിയിൽ നിന്നിട്ടാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഫോർമേറ്റീവ് എല്ലാതും ഉണ്ട്, അവർക്ക് ഇൻഫർമേഷൻ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളത്ര എക്സ്പീരിയൻസ് ഇല്ല. തെറാപ്പി ചെയ്തു കൊടുത്തിട്ടും ഒരു ക്ലയന്റിനോട് സംസാരിച്ചിട്ടും കമ്പാഷനോട് കൂടിയിട്ട് എംപതറ്റിക് ആയിട്ട് ഒരു ക്ലയന്റിനോട് സംസാരിച്ചിട്ടൊന്നും അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ എനിക്ക് എങ്ങനെയാ കഴിയുന്നത്? എവിടുന്ന് എന്നിൽ ആ എമ്പതി സംഭവിച്ചത്? എന്റെ അകത്ത് ഓൾറെഡി എമ്പതി ഇൻബിൽട്ട് ആണല്ലോ. അതിനെങ്ങനെ എനിക്ക് കണ്ടെത്താൻ പറ്റി? നമുക്ക് കിട്ടിയതല്ലേ കൊടുക്കാൻ പറ്റും. പറഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റാത്തത്ര. ആദ്യം തന്നെ വീണ്ടും വീണ്ടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് തെറ്റിദ്ധരിച്ചു പോയതിന്. പിന്നീട് കൂടെ നിന്നതിന്, കൂടെ നിർത്തിയതിന് ഒരുപാട് 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 നന്ദി. ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഞാനൊരു പുതിയ സ്റ്റാഫിനെ നമ്മൾ എടുക്കുമ്പോൾ ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മൾ അവരെ സെലക്ട് ചെയ്തതിനു ശേഷം അവരെ കൂടെ നിന്നിട്ട് അവർക്ക് മെന്ററിങ്ങും കോച്ചിങ്ങും, കാരണം നമ്മളതായ ഒരു രീതിയിൽ ലിംഗ്വിസ്റ്റിക്കും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കുമ്പോൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ തയ്യാറാണെങ്കിൽ 100% ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണത്. വളരെ ഹാപ്പി ആയിട്ട്. കാരണം ഇവിടെ ഒരാളും നമ്മളെ ചീത്ത പറയുന്നില്ല, വഴക്ക് പറയുന്നില്ല, കമ്പയർ ചെയ്യുന്നില്ല, കളിയാക്കുന്നില്ല, ജഡ്ജ് ചെയ്യുന്നില്ല. ഇത് അങ്ങനത്തെ ഒരു സ്ഥാപനം അല്ല. ഇത് ഡിഫറെന്റ് ആണ്, ഇത് യുണീക്ക് ആണ്. ഞാൻ പറയട്ടെ, ഇത് യുണീക്കാണ്. ഇങ്ങനത്തെ ഒന്നും എവിടെയും ഇല്ല. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. 7 വർഷത്തെ എന്റെ അനുഭവമാണ്. ഇനി അഫ്സിദ് ഉണ്ടെങ്കിൽ അഫ്സിദൊക്കെ അറിയാം. ഇത് ഒറ്റ കെട്ടായിട്ടാണ് പോകുന്നത്. സാറിൽ നിന്നുള്ള ഒരു എനർജി അല്ലെ ആ ഒരു ബോണ്ടിങ്ങിലാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. എന്താണോ അവിടുന്ന് വരുന്നത്, സ്നേഹവും ആ പോസിറ്റിവിറ്റി, അതാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാഫുകൾ തമ്മിൽ ഇപ്പൊ പാർവതി ആവട്ടെ, വല്ലാത്തൊരു ഫീല. പാർവതിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഡെയിലി സംസാരിക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് വർക്ക് ഫ്രം ഹോം ആണ് അവള്. പക്ഷെ വല്ലാത്ത ബന്ധാണ്, ഇല്ലാത്ത കണക്ഷനാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മറ്റാൾ ആ വർക്ക് ചെയ്യുന്നു. അങ്ങനെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ അടിത്തറ അല്ലെ. നമ്മളൊരു വീട് പണിയുമ്പോ അതിന്റെ തറ അതല്ലേ സ്ട്രോങ് ആവേണ്ടത്. തറ സ്ട്രോങ് ആണ്.
വീണ്ടും വീണ്ടും എനിക്ക് ബോധ്യപ്പെടുകയാണ് സ്ട്രോങ് ആൻഡ് സോഫ്റ്റും ആണ്. സ്ട്രോങ്ങും ആണ്, സോഫ്റ്റും ആണ്. വീണ്ടും വീണ്ടും അടുക്കുമ്പോൾ ഒരുപാട് സിമ്പിൾ ആണ്. ഒരുപാട് സിമ്പിൾ ആണ്. കാരണം ലൈഫ് എന്ന് പറയുമ്പോൾ മൾട്ടി ഡയമെൻഷനൽ എന്ന് ബോധ്യപ്പെടുക. ആസ് എ കമ്പനിയിൽ വർക്കിന്റെ സമയത്ത് സർ അങ്ങനെയാണ്, അതിൽ സ്ട്രോങ് ആണ്. എന്നാൽ ഫാമിലി ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊക്കെ ഒരുമിച്ച് സാറിന്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് ഫാമിലി മോഡാണ്. യാത്രകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മൾട്ടി ഡയമെൻഷൻ ആണ്. ഒരുപാട് ഒരുപാട് ഷെയർ ചെയ്യാനുണ്ട് എന്റെ അനുഭവം. പറഞ്ഞാലും പറഞ്ഞാലും തീരൂല. ഞാൻ നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാൻ. നമുക്ക് തെറ്റിയിട്ടില്ല, എനിക്ക് തെറ്റിയിട്ടില്ല, നമ്മൾ തിരഞ്ഞെടുത്ത റൂട്ട് തെറ്റിയിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും എനിക്ക് ബോധ്യപ്പെടുകയാണ്. അതോടൊപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ബോധ്യപ്പെടുന്നുണ്ടാവും. ലൈഫ് ഈസ് ഇമ്പോർട്ടന്റ് എന്നാണ് സാർ എപ്പോഴും പഠിപ്പിക്കാറുള്ളത്. ലൈഫാണ് ഇമ്പോർട്ടന്റ്. ചില കമ്പനിയിലെ നമ്മുടെ സക്സസ് വാലിയിലെ ചില സെഷൻ പോലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ലൈഫിന്റെ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട്. അതിന് തെറാപ്പി ചെയ്യാനും അതിന് ഇമ്പോർട്ടൻസ് തന്നിട്ടുണ്ട് സാർ. ലീവ് തന്നിട്ടുണ്ട് ലൈഫ് ഈസ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട്. ആ മിസ്റ്റേക്കുകളെ ഡീൽ ചെയ്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന വലിയൊരു സമ്മാനാണിത്. മിസ്റ്റേക്കുകളെ പേടിച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയ എനിക്ക് അതേ മിസ്റ്റേക്കുകളെ ഫേസ് ചെയ്യാൻ കൂടെ നിന്ന് പഠിപ്പിച്ചു. ഒരുപാട് 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 ഒരുപാട്. ഇന്ന് ഓരോ മിസ്റ്റേക്കിന് സന്തോഷത്തോടെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത് യൂത്ത് ഹോസ്റ്റൽ ലൈഫിൽ. മുമ്പ് ഞാനിവിടെ സ്റ്റാഫൊക്കെ ആവുന്നതിന് മുമ്പ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പേടിയായതുകൊണ്ടേ, ഫിയർലെസ്നെസ് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് ഫിയർ എന്നുള്ളത്. നിർഭയത്വം എന്നുള്ളത് ഭയത്തിന്റെ ആബ്സെൻസ് അല്ല, അഭാവമല്ല. ഭയത്തെ ഫേസ് ചെയ്യുന്നതാണ് നിർഭയത്വം എന്നുള്ളത്. അന്ന് ആദ്യ നാള് കണ്ടുമുട്ടിയപ്പോ എന്നോട് പറഞ്ഞതാണ്. ഇന്നതിനിൽ എങ്കിൽ സംഭവിക്കുകയാണ്. അന്ന് നട്ട ഓരോ വിത്തുകളും മുളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിത്തുകളൊക്കെ മുളക്കാൻ ഇവിടെ എത്തിച്ചതിന്, ഇവിടെ നിലനിർത്തി തന്നതിന്, കൂടെ നിർത്തിയതിന്, ഇങ്ങനൊരു മെന്ററെ, കോച്ചിന്, ഗുരുവിന് സമ്മാനിച്ചതിന് ദൈവത്തിനോട് ഒരുപാട് 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 നന്ദി. അതോടൊപ്പം എന്നെ കേൾക്കാൻ ഇത്ര ആളുകളെ, അല്ലെങ്കിൽ ഇത്രയും സഹയാത്രികരെ എനിക്ക് സമ്മാനിച്ചതിന് ഒരുപാട് 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 സ്നേഹം കൊണ്ടുള്ള നന്ദിയാണ്. ഒരുപാട് എന്നെ കേൾക്കുന്ന ഓരോ ആളുകൾക്കും. കാരണം എനിക്ക് എന്നെ അറിയുള്ളൂ, അല്ലെ? നമുക്കല്ലേ നമ്മൾ അറിയുള്ളൂ നമ്മളെ പാസ്റ്റ് എന്തായിരുന്നു. ഞാൻ ഒരുപാട് സ്നേഹം കിട്ടി വളർന്നവളാണ്, ലാളന. പക്ഷെ എനിക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ മുറിവുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദി. മുറിവുകൾ തന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, മുറിവുകൾ എനിക്ക് സമ്മാനിച്ച ഓരോരുത്തർക്കും നന്ദി. ആ മുറിവുകളാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ എനിക്കിങ്ങനെ സന്തോഷത്തോടെ, നന്ദിയോടെ, സ്നേഹത്തോടെ, ക്ഷമയോടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. ഒരു പറഞ്ഞ എനിക്ക് ഫീലിംഗ് ഉണ്ട്, ആ ഒരു നന്ദിയുടെ ഫീലിംഗ് കൊണ്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരുപാട് 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 വീണ്ടും വീണ്ടും ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത്, മൊയ്തു സാറിൻ്റെ അടുത്ത് ഒരുപാട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് ഡിയേഴ്സ്. ഒരുപാട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ഇപ്പൊ ആ ഒരു ഫീലിംഗ് കൊണ്ട് പറ്റുന്നില്ല. ഓരോ സെഷൻ ഇനിയും വരുമ്പോ നമുക്ക് ഷെയർ ചെയ്യാം. എൻ്റെ ഈ ഒരു സക്സസ് വാലി ജേർണിയുടെ അടുക്കും തോറും സിമ്പിൾ ആണ് സാർ എന്നുള്ളതും, ഈ സക്സസ് വാലി ജേർണി ഒരുപാട് എനിക്ക് പറയാനുണ്ട്, ഷെയർ ചെയ്യാനുണ്ട്, നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അതിനി ഓരോ ഓരോ സെഷനിൽ ഞാൻ ഷെയർ ചെയ്തോളാം. അതോടൊപ്പം വീണ്ടും വീണ്ടും നന്ദി പറയണം ഓരോരുത്തരെ കേൾക്കുന്ന ഓരോരുത്തർക്കും, കാണുന്ന ഓരോരുത്തർക്കും. അതോടൊപ്പം തന്നെ ഇപ്പൊ എന്നോട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഡൗട്ടൊക്കെ ചോദിക്കാറുണ്ട്, പേഴ്സണൽ ആയിട്ട് തെറാപ്പിയുടെ സംശയം. അപ്പൊ അവരോട് കൂടെ നിന്നിട്ട് എനിക്ക് അവരെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റാറുണ്ട്. ഞാൻ എന്നെ ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നത്? എനിക്ക് ആ കൂടെ നിൽക്കൽ, എനിക്ക് ചേർത്ത് നിൽക്കൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റുന്നത്. ഇവിടെ
പലർക്കും അറിയാം, ചിലർക്കൊക്കെ നമ്മളെ ഫ്രണ്ട്സിനെ അറിയാം. പിന്നെ അതോടൊപ്പം എന്നെ ഒരുപാട് കൂടെ നിർത്തുന്ന മെന്റേഴ്സ് എനിക്കുണ്ട്. എന്റെ മെന്ററിനോട് ഇപ്പൊ എനിക്ക് ഉള്ള ഒരു മെന്റർ ഉണ്ട്. എന്നെ വീണ്ടും വീണ്ടും എന്റെ ഗുരുനാഥൻ കാണിച്ചിരുന്ന ഗുരു കാണിച്ചിരുന്ന വഴിയിലേക്ക് വീണ്ടും വീണ്ടും എന്റെ വഴി കാണിക്കുന്നതിന്, ഒന്നുകൂടെ എനിക്ക് എന്റെ വഴി ക്ലിയർ ആക്കി തരുന്നതിന്, അല്ലെങ്കിൽ ക്ലിയർ ആക്കി തന്നുകൊണ്ടേയിരിക്കുന്നതിന് ഒരു എങ്ങനെ നന്ദി പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. ആക്ച്വലി വാക്കാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ അതിനെ ഫീൽ ചെയ്തോളാം, ഞാൻ അതിനെ ഷെയർ ചെയ്തോളാം. ഓക്കെ,